സനാതനധർമ്മത്തിൽ ഒരുപാട് ഭാവത്തിലും രൂപത്തിലുമുള്ള ഭഗവാന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഭക്തരെല്ലാം വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമായിരിക്കും. അതിനനുസരിച്ചുള്ള ദേവതയെ കണ്ടെത്തി ഇഷ്ടദേവതയായി അംഗീകരിച്ച് ആരാധിക്കുന്നു. ഓരോ ദേവതയെ പ്രീതിപ്പെടുത്തണമെങ്കിലും അല്ലെങ്കിൽ ആ ഭഗവാനെ പ്രീതിപ്പെടുത്തണമെങ്കിലും ആ ഭഗവാന്റേതായ ചിട്ടാവട്ടങ്ങൾ നമ്മൾ പാലിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ. ശിവഭഗവാന്റെ ഒരു രീതി ആയിരിക്കില്ല കാളി ദേവിയെ ആരാധിക്കുന്ന കാളി ഭക്തർ പിൻപറ്റുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്രകാരം മുരുക ഭക്തർ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുരുക ഭക്തർ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാര്യം അറിയാതെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ്. മുരുക ഭക്തരാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഫലം ലഭിക്കും എന്നുള്ളതും വലിയൊരു കാര്യമാണ്. മുരുക ഭക്തരാണെങ്കിൽ ഈ ഒരു സ്വഭാവ വ്യത്യാസം ജീവിതത്തിൽ കൊണ്ടുവരണം. മുരുക ഭഗവാനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ ദേവസേനാപതിയാണ്. ദേവസേനയുടെ മുഴുവൻ ശക്തിയും ഭഗവാനുണ്ട്. നമ്മൾ വെറുതെ പറയും ദേവസേനയുടെ തലവനാണ് എന്നുള്ള ഇതിൽ പറയുമെങ്കിലും ആ ദേവസേന തന്നെ ഭാര്യയായിട്ട് കൂടെ നിൽക്കുകയാണ്. അത് ശരിക്കും ആ ദേവസേനയുടെ തന്നെ ആകെ തുകയാണ് ആ ക്രിയാശക്തിയായി കൂടെ നിൽക്കുന്നത്. അതിന് ഒരുപാട് ആത്മീയമായ തലങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് പോകണ്ട. ഇത്രയും മനസ്സിലാക്കിയിരിക്കാം. ക്രിയാശക്തി എന്ന് പറയുന്ന ദേവസേന, ആ ദേവസേനയായി ഭഗവാന്റെ ഭാര്യയായി കൂടെ നിൽക്കുന്നത് ദേവസേനയുടെ മുഴുവൻ ശക്തിയാണ്. അതുപോലെ തന്നെ ഇച്ഛാശക്തിയാണ് ദേവി വല്ലി എന്ന് പറയുന്നത്. വല്ലി ദേവി ഇച്ഛാശക്തിയാണ്. ഈ രണ്ടു പേരുടെയും നടുക്കാണ് ജ്ഞാനശക്തിയായിട്ടുള്ള ഭഗവാൻ നിലനിൽക്കുന്നത്. ജ്ഞാനവേലെന്ന് പറയുന്ന വേലും ഭഗവാനും തമ്മിലൊരു വ്യത്യാസമില്ല. എങ്ങനെയാണോ സുദർശന ചക്രവും ഭഗവാൻ വിഷ്ണുവും തമ്മിൽ വ്യത്യാസമില്ലാത്തത്, അതുപോലെ തന്നെ മുരുകനും വേലും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടും ഒന്നാണ്. രണ്ടും ഒരേ ജ്ഞാനമാണ് ഭഗവാൻ. ആ രണ്ടു പേരെയും, ആ രണ്ട് ഭാര്യമാരെയും ബാലൻസ് ചെയ്ത് അതിൻ്റെ നടുക്കാണ് ഭഗവാൻ നിൽക്കുന്നത്. ജ്ഞാനമുണ്ടാകണമെങ്കിൽ ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം, ക്രിയാശക്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിലെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഭഗവാന്റെ സ്വഭാവമാണ് ഇതിൽ കാണുന്നത്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന, ഭഗവാന്റെ ഭാര്യമാരിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന, ഇപ്പോൾ ഗണപതി ഭഗവാനാണ് ഋദ്ധി, സിദ്ധി, ചിലടത്ത് ബുദ്ധി എന്നൊക്കെ പറയും. ഭാര്യമാരുടെ കാര്യമാണ്. അപ്പോൾ ഭഗവാനെ ആരാധിച്ചാൽ ഭഗവാന്റെ സ്വഭാവം എന്താണ്? ഭഗവാനെ ആരാധിച്ചാൽ സിദ്ധി ഉണ്ടാവും, ഋദ്ധി ഉണ്ടാവും, ബുദ്ധി ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത്. ഗണപതി ഭഗവാനെ ആരാധിച്ചാൽ എന്തൊക്കെ ലഭിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളവരായിരിക്കണം ഗണപതി ഭക്തർ എന്നും കൂടെ നമ്മൾക്ക് അതിൽ നിന്ന് വെളിപ്പെടയായി മനസ്സിലാവും. അതുപോലെ തന്നെ മുരുക ഭക്തരാണെങ്കിൽ അവർക്ക് വരേണ്ട ചില സ്വഭാവ വ്യത്യാസങ്ങൾ ഈ രണ്ട് ഭാര്യമാരിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് മുരുക ഭക്തനാണെങ്കിൽ ജീവിതത്തിൽ വലിയ വിജയം ആഗ്രഹിക്കുന്നുവെങ്കിൽ, മുരുകൻ്റെ അനുഗ്രഹം വേണമെങ്കിൽ നമ്മൾക്ക് ഉറപ്പായും ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് അച്ചടക്കം ഉണ്ടായിരിക്കണം. മുരുക ഭക്തരാണെങ്കിൽ തീർച്ചയായും അച്ചടക്കം എന്നുള്ളത് ജീവിതത്തിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഉത്തമനായിട്ടുള്ള മുരുകഭക്തനായി മാറാൻ പറ്റുകയുള്ളൂ. മുരുകഭക്തിയുടെ തന്നെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മുരുകനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. മുരുകനെ പോലെ ആയിത്തീരണമെങ്കിൽ, മുരുകൻ തന്നെ സാക്ഷാൽ ശിവമാണ്, ശിവം തന്നെയാണ്. നമുക്കത് തിരുമൂലരുടെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ തീർച്ചയായും മനസ്സിലാവും. തിരുമൂലർ, അഗസ്ത്യർ, ഇവരൊക്കെ പറയുന്നത് നമ്മൾക്ക് മന്ത്രത്തിൽ കാണാൻ സാധിക്കില്ലെങ്കിലും മറ്റു നൂലുകളിലൊക്കെ നല്ല രീതിയിൽ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭഗവാൻ, ആ മുരുക ഭഗവാനായി തീരണമെങ്കിൽ ഭഗവാന്റെ സ്വഭാവം നമ്മളിലേക്ക് വരണം. അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുന്ന ഒരാൾക്ക് ശരിക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ആദ്യം അയാളിലേക്ക് വരുന്നത് എന്താണെന്നറിയാമോ? ഈ അച്ചടക്കമാണ്. തീർച്ചയായും 100% ഒരു കാര്യം നമ്മൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. മുരുക ഭക്തനാണെങ്കിൽ നല്ല അച്ചടക്കമുള്ളവരായിരിക്കും. കൃത്യസമയത്ത് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കും. കൃത്യസമയത്ത് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ പോകും. പഠിക്കണമെന്ന് പറഞ്ഞാൽ പഠിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കും. ഇതാണ് മുരുകൻ്റെ ഏറ്റവും വലിയ രഹസ്യം. ഈ രഹസ്യം മനസ്സിലാകാൻ നമ്മൾക്ക് മുരുകൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാനേ സാധിക്കില്ല. അപ്പോൾ നമ്മൾക്കറിയാം മുരുക ഭക്തരൊക്കെ എത്ര വലിയ കഠിനതയാർന്ന കാര്യങ്ങൾ ചെയ്താണ് മുരുകനോടുള്ള ഭക്തി കാണിക്കുന്നത്. അവരുടെ മനധൈര്യം, അല്ലെങ്കിൽ ആ ഒരു മനക്കെട്ടി, അവരുടെ ഒരു നിശ്ചയദാർഢ്യം, അതുപോലെ തന്നെ അവരുടെ ഒരു ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ആ അച്ചടക്കം, ഇതൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റുന്നത്. അത് മുരുക ഭക്തർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റിയ കാര്യമാണ്. ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്ത അച്ചടക്കം അവർക്കുണ്ടായിരിക്കും. ഭക്തിയുണ്ട്, ഏതൊരു ഭഗവാനോടും ഭക്തിയുണ്ട്. മുരുക ഭക്തരെല്ലാം വളരെ വലിയ ഭക്തന്മാരുമാണ്. മുരുക എന്ന് ആ നാമം തന്നെ സ്തുതിച്ച് ജീവിക്കുന്നവരുമാണ്. പക്ഷേ മുരുക ഭക്തരായിട്ടുള്ള പല ഗുരുക്കന്മാരെ എടുത്തു നോക്കിയാൽ, അരുണഗിരിനാഥരായിക്കൊള്ളട്ടെ, പാമ്പൻ സ്വാമി ആയിക്കൊള്ളട്ടെ, ഭോഗസ്വാമി ആയിക്കൊള്ളട്ടെ, അഗസ്ത്യരായിക്കൊള്ളട്ടെ, ഈ മേൽപ്പറഞ്ഞ ഗുരുക്കന്മാരെയൊക്കെ എടുത്തു നോക്കിയാൽ ഒരു കാര്യം നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും.
വളരെയധികം അച്ചടക്കമുള്ളവരാണ്. ഭോഗർ സിദ്ധസ്വാമിയുടെയൊക്കെ സപ്തകാണ്ഡം വായിച്ചാൽ അറിയാം എത്രയധികം മനസ്സിന് ധൈര്യമുള്ള അല്ലെങ്കിൽ എത്രത്തോളം അച്ചടക്കമുള്ള ഒരു ഗുരുവാണ്. അച്ചടക്കത്തിന് ഒരു വിട്ടുവീഴ്ചയില്ല. അതിപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഗുരുക്കന്മാരെ എടുത്ത് നോക്കിയാലും ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ എടുത്ത് നോക്കിയാലും അവരിലൊക്കെ കാണാൻ സാധിക്കുന്ന അച്ചടക്കമാണ്. വളരെ വലിയ രീതിയിലുള്ള അച്ചടക്കം, ചിട്ടയാർന്ന ജീവിതം. ആ ഒരു കാര്യം മുരുകഭക്തന് കൂടിയേ തീരുകയുള്ളൂ. മുരുകഭക്തർക്ക് ഇതുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. മഹാവിഷ്ണു ഭഗവാന്റെ ഭക്തരാണെങ്കിൽ സ്നേഹമുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഭക്തിക്കാണ് അവിടെ പ്രാധാന്യം. എത്രത്തോളം സ്നേഹിക്കുന്നു, എത്രത്തോളം പക്ഷി മൃഗാദികളെ സ്നേഹിക്കുന്നു, എത്രത്തോളം എല്ലാത്തിനെയും സ്നേഹിക്കാൻ പഠിക്കുന്നു, സഹിക്കാൻ പഠിക്കുന്നു, എത്രത്തോളം ഭഗവാനോട് ഭക്തിയുണ്ട്, അതാണ് അവിടെ ഏറ്റവും കൂടുതൽ നിഴലിച്ച് നിൽക്കുന്ന കാര്യം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട കാര്യം. വീരഗുണം ആണ് മുരുക ഭഗവാന്റെ കാര്യത്തിലാണെങ്കിലും കാളി ദേവിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് വേണ്ടത്. ആ വീരഗുണത്തിന് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മുരുകൻ്റെ കാര്യത്തിൽ അച്ചടക്കമാണ്. വളരെ വലിയ രീതിയിലുള്ള അച്ചടക്കം വേണം. 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ കൃത്യം 5 മണിക്ക് എഴുന്നേൽക്കണം. അല്ലെങ്കിൽ ഇതിനു മുൻപ് നമ്മൾക്ക് ഇങ്ങനെ ചിട്ടാവട്ടങ്ങളൊന്നും ഇല്ലാതെ അച്ചടക്കമില്ലാത്ത ഒരാളായിരുന്നുവെങ്കിൽ മുരുക ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങിയതിന് ശേഷം, ഭഗവാനുമായിട്ട് ഒരു ഐക്യം വരാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾക്കിതെല്ലാം വന്നില്ലേ എന്ന് ചിന്തിച്ചാൽ തന്നെ ഇതിൻ്റെ കാര്യം മനസ്സിലാവും. മുരുക ഭക്തരാണെങ്കിൽ അവർക്ക് ആദ്യം വരുന്ന അനുഗ്രഹം ഇത് തന്നെയാണ്. നല്ല രീതിയിലുള്ള അച്ചടക്കം ഉണ്ടാവും. അതുപോലെ തന്നെ എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് മുരുകനെ പോലെ അറിയാവുന്ന, അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം മുരുകനെ പോലെ തരാൻ പറ്റുന്ന വേറൊരു ദേവനും ഇല്ല. അച്ചടക്കം ഉണ്ടാവും. ഇപ്പോൾ ഗണപതി ഭക്തനാണെങ്കിൽ എങ്ങനെ നല്ല ക്ലാരിറ്റിയോടെ സംസാരിക്കണം, അവിടെയും ഇത് അച്ചടക്കം ഉണ്ടെങ്കിലും എങ്ങനെ ആളുകളെ വരുത്തിക്കാക്കണം എന്നുള്ളതാണ്. പക്ഷേ മുരുക ഭക്തരുടെ ഒരു പ്രത്യേകത സ്റ്റാൻഡേർഡുള്ള സംസാരമായിരിക്കും. എവിടെ എപ്പോൾ എങ്ങനെ സംസാരിക്കണം, പക്വതയാർന്ന സംസാരം, അത് മുരുക ഭക്തർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞാൽ മുരുക ഭക്തരുടെ സംസാരത്തിന് പോലും അച്ചടക്കം ഉണ്ടെന്നാണ് അതിനർത്ഥം. എല്ലാ കാര്യത്തിലും അച്ചടക്കം ഉണ്ടായിരിക്കും. അടുക്കും ചിട്ടയുണ്ടായിരിക്കും, അച്ചടക്കം ഉണ്ടായിരിക്കും, എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കും. അതായത് അവർക്ക് ഒരു തരത്തിലുള്ള ന്യൂനതകളും ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ഭഗവാനെ ആരാധിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളത് ജീവിതത്തിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഐക്യം സംഭവിക്കുകയുള്ളൂ. ആ ഭഗവാനുമായിട്ട് ഐക്യപ്പെടണമെങ്കിൽ ആ ഭഗവാന്റെ സ്വഭാവ രീതികൾ, നമ്മൾ പറയില്ലേ, നമ്മൾ ചില ഭഗവാന്മാരെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ന ആഹാരം ഞാൻ വർജിച്ചു, ഇന്ന രീതിയിലുള്ള സ്വഭാവം മാറ്റി. നമ്മൾക്കിപ്പോൾ ദേവീനെ ആരാധിക്കുന്നവർ പറയും ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കാൻ തുടങ്ങി, അമ്മയെ ബഹുമാനിക്കാൻ തുടങ്ങി എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ കാലഭൈരവനെ ആരാധിക്കുന്നവരൊക്കെ പറയും ഞാൻ നായ്ക്കൾക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങി, അങ്ങനെയൊക്കെ പറയും. പല സ്വഭാവ വ്യത്യാസങ്ങൾ വരുത്തിയെന്ന് പറയും. ഇനി അത് വന്നില്ലെങ്കിൽ കൂടിയും വരുത്തിയെന്ന് പറയാറുണ്ട്. അപ്രകാരം ഒരു മുരുക ഭക്തൻ തീർച്ചയായും വരുത്തിയിരിക്കേണ്ട മാറ്റമാണ് ഈ പറഞ്ഞത്. അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അടുക്കും ചിട്ടയും അതുപോലെ തന്നെ അച്ചടക്കം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അച്ചടക്കവും അടുക്കും ചിട്ടയും ഉള്ളത് കൊണ്ട് തന്നെ മുരുക ഭക്തർ ഉറപ്പായും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടും. അതിലൊരു സംശയമില്ല. മുരുക ഭക്തരാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ വേലിന് വെട്രിവേലെന്ന് പറയുന്നത്? അഗ്നിയാണ്. കാരണം എന്തിനേയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ശക്തിയാണ്. ജലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താഴേക്ക് വരും, ഇത് മുകളിലേക്ക് പോവാണ്. മുരുകനും അഗ്നിയാണ്, മുരുകൻ്റെ വേലും അഗ്നിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും വിജയത്തിൻ്റെ അടയാളമാണ്. ആ വിജയം ഉണ്ടാകണമെങ്കിലോ അച്ചടക്കം ഉണ്ടായിരിക്കണം. അച്ചടക്കമുള്ള ഒരാൾ ഉറപ്പായും വിജയിച്ചിരിക്കും. അച്ചടക്കവുമുണ്ട്, ഭഗവാനോടുള്ള ഭക്തിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഉത്തമനായ മുരുകഭക്തനുമാവും. അതുപോലെ തന്നെ ജീവിതത്തിലും ഉത്തമനാവും. ജീവിതത്തിൽ അയാൾക്ക് ലഭിക്കാത്തതായിട്ട് ഒന്നും കാണില്ല. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളെല്ലാം തന്നെ അയാൾക്ക് കിട്ടും. അയാൾ ആത്മീയമായ കാര്യത്തിലും അച്ചടക്കമുള്ളവനായിരിക്കും, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും, അതായത് ഈ ലൗകിക കാര്യങ്ങളിലും അച്ചടക്കമുള്ള ആളായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു നല്ല മുരുകഭക്തനെ സംബന്ധിച്ചിടത്തോളം വിജയം എന്നുള്ളത് അപ്രാപ്യമല്ല, ഉറപ്പായും അവർക്ക് വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയില്ലേ, നാമം ജപിക്കുന്നു, ഞാൻ സ്തോത്രം ജപിക്കുന്നു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ, അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഭക്തിയുടെ പുറത്ത് നമ്മളിതൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയും. അതുപോലെ തന്നെ ഒരു സാധനയായിട്ട് ഒരാൾ ചെയ്യേണ്ട, മുരുകഭക്തൻ ഒരു സാധനയായി തന്നെ നാമജപത്തിനും മന്ത്രജപത്തിനും നമ്മൾ എത്ര പ്രാധാന്യം ഭഗവാന്റെ കൊടുക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് അച്ചടക്കം ഉണ്ടായിരിക്കുക എന്നുള്ളത്. എത്രത്തോളം അച്ചടക്കം ഒരു മുരുകഭക്തനുണ്ടോ അത്രത്തോളം അവൻ മുരുക ഭഗവാന്റെ ആ ഭക്തിയിൽ അല്ലെങ്കിൽ സാധനയിൽ മുന്നേറുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവും. നാമജപത്തിൻ്റെ അത്രയും തന്നെ തുല്യ പ്രാധാന്യം കൊടുത്ത് അടുക്കും ചിട്ടയും നമ്മൾ പഠിക്കണം. അത് അല്ലെങ്കിൽ അച്ചടക്കം എന്നുള്ളത് നമുക്ക് കൃത്യമായിരിക്കണം. എല്ലാ കാര്യത്തിലും അച്ചടക്കം ഉണ്ടായിരിക്കണം. സംസാരത്തിൽ അച്ചടക്കം ഉണ്ടായിരിക്കണം, ഒരു കാര്യം ചെയ്യുന്നതിൽ അച്ചടക്കം ഉണ്ടായിരിക്കണം, എല്ലാത്തിലും സത്യസന്ധത ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഒരു മുരുകഭക്തന് വേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ഒരു സാധന തന്നെയാണ്. ഇതൊക്കെ ഒരു ആ ഭഗവാന്റെ ഭക്തിയിലുള്ള പ്രധാന ഘടകങ്ങളാണ്. ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ അസാധ്യമാണ്.
ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ട് പല മുരുകഭക്തരും കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി മുരുകൻ്റെ ഏറ്റവും വലിയ പരാഭക്ത നിലയിലൊക്കെ എത്തിയവർക്ക് ഒന്നും വേണ്ട, അത് നമ്മൾക്കറിയാമല്ലോ, അവർക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല. പക്ഷേ നമ്മളുടെ മഹാഗുരുക്കന്മാർ പോലും ഈ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കടന്നാണ് ആ നിലയിലെത്തിയിട്ടുള്ളത്. എല്ലാ ഗുരുക്കന്മാർക്കും അച്ചടക്കം ഉണ്ടായിരുന്നു. അതായത് ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? മുരുകഭക്തർ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല എന്നുള്ളതും കൂടിയാണ്. മുരുകൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. നമ്മൾക്കറിയാം ആ ദേവസേനയുടെ ശക്തി എന്താണോ അതാണ് മുരുകൻ. ആ ദേവസേനാപതി എന്ന് പറയുമ്പോൾ ആ ഭഗവാൻ എത്ര വലിയ, നമ്മൾ പറയില്ലേ, ഏറ്റവും നന്നായി നമ്മൾക്ക് അച്ചടക്കം പഠിക്കണമെങ്കിൽ ആരുടെ അടുത്ത് പോകണം എന്ന് പറയുന്നത്, നല്ലൊരു യോദ്ധാവിൻ്റെ അടുത്ത് പോയാൽ മതി, അല്ലെങ്കിൽ നല്ലൊരു പട്ടാളക്കാരൻ്റെ അടുത്ത് പോയാൽ നമുക്ക് ശരിക്കും പഠിക്കാം എന്ന് നമ്മൾ പറയും. എങ്ങനെയാണ് അച്ചടക്കമെന്ന് ഏറ്റവും നന്നായി നമ്മളെ കാട്ടിത്തരുന്നത് നമ്മളുടെ ജവാന്മാരാണ്. അത് ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിലും അവർക്കൊരു പ്രത്യേക അച്ചടക്കവും എല്ലാത്തിലും അവർക്ക് അളന്നു കുറിച്ച കാര്യങ്ങളുണ്ടായിരിക്കും. അത്രയും ക്ലിയർ ആയിരിക്കും അവരുടെ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് മുരുകൻ ദേവസേനാപതിയാണ്. അതുപോലെ തന്നെ ജ്ഞാനപ്പഴമാണ്. പഴമാകുന്നവർ മാത്രം പോകുന്ന പഴനിയിലെ ഭഗവാനാണ്. അവിടെ ചെന്നാൽ പഴം ഞാനും പഴമാവും, നീയും പഴമാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. മുരുകഭക്തർക്ക് എപ്പോഴും ഊർജ്ജസ്വലത ഉണ്ടായിരിക്കും, എപ്പോഴും ഒരു ഇച്ഛാശക്തി ഉണ്ടായിരിക്കും, എപ്പോഴും എന്തും ചെയ്യാനൊരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. എന്തും ചെയ്യൊരു എന്താ പറയുക, ഇപ്പോൾ ഈ നിമിഷം എന്ത് കാര്യം പറഞ്ഞാലും അവർ ചെയ്യും, നാളത്തേക്ക് മാറ്റി വെക്കില്ല. അത് മുരുകഭക്തരുടെയും മുരുകൻ്റെയും ഒരു ഏറ്റവും വലിയ ക്വാളിറ്റിയാണെന്ന് തന്നെ നമുക്ക് പറയാം. അതിന് കാരണം എന്താണ്? നാളെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ എനിക്ക് മടിയാണെന്ന് പറഞ്ഞ് യുദ്ധത്തിന് പോകാതിരിക്കാൻ പറ്റുമോ ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം? അത് സാധിക്കില്ല. ഒരു സൈനികൻ എപ്പോഴും ഊർജ്ജസ്വലനായിരിക്കണം, ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം. അതുതന്നെയാണ് ഭഗവാനിലും ഭഗവാന്റെ ഭക്തരിലും കാണുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മുരുകഭക്തരാണെങ്കിൽ നമുക്ക് അച്ചടക്കം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഭഗവാൻ അച്ചടക്കം തരും. അതുപോലെ തന്നെ എപ്പോഴും ഒരു ഇച്ഛാശക്തി നമ്മൾക്കുണ്ടായിരിക്കും. എപ്പോഴും എന്ത് കാര്യം ചെയ്യാനും ഒരു ശക്തി നമ്മൾക്കുണ്ടായിരിക്കും. ഇതെല്ലാം കൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൊയ്യാനും സാധിക്കും മുരുകഭക്തർക്ക്. അപ്പോൾ മുരുകഭക്തരുടെ ഏറ്റവും വലിയ രഹസ്യമാണ്, മുരുകൻ്റെ ഏറ്റവും വലിയ രഹസ്യമാണ്, മുരുകഭക്തരാണെങ്കിൽ ഏറ്റവും ഊന്നൽ കൊടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ മുരുക ഭഗവാന്റെ ഭക്തിയിൽ ഒരു വലിയ കടമ്പ കടന്നു എന്ന് പറയാം. ഇതുപോലെ ഒരുപാട് കടമ്പയുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കടമ്പയാണ് ഈ മേൽ പറഞ്ഞ കാര്യങ്ങൾ. മുരുകഭക്തരാണെങ്കിൽ ഇതൊന്ന് മനസ്സിൽ കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. അഹോബിലം.